നേരത്തെ അഷ്റഫ് കാരക്കാട്. ഏത് ദൂസര സമൂഹത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത സമൂഹത്തിൽ പുലർന്നാലും ഗ്രാമത്തിൻ്റെ ഭംഗിയും വെളിച്ചവും നന്മയും മണവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വയലപ്പള്ളി പറഞ്ഞ പോലെ ആ ഒരു കവിത പോലെയാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളും. അതുപോലെ തന്നെ അവിടുത്തെ പാടത്ത് കൃഷിയുണ്ട്, അതായത് നാടൻ രീതിയിൽ കൃഷിയാണുള്ളത്. നല്ല വിഷുവായിട്ട് നല്ല അടിപൊളി മത്തനുണ്ട്, കുമ്പളകുണ്ട്, അതുപോലെ കണിവെള്ളരിക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെണ്ടക്കുണ്ട്, പയറുണ്ട്, എല്ലാ വിവിധ തരത്തിലുള്ള കൃഷി ഐറ്റംസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായിട്ടൊരു ദൃശ്യങ്ങൾ പകർത്തുകയാണ് കേട്ടോ. അനീഫാക്ക, ഇവിടെ എന്താ കൃഷികൾ? എനിക്ക് കൂടുതലായിട്ട് വിഷുവിന് പൊട്ടിക്കുള്ള വെള്ളരി, മത്തൻ, കുമ്പളൻ, അതാണ് എൻ്റെ ഏറ്റവും വലിയ കൃഷി അല്ലേ. പിന്നെ പയറുണ്ട്, അത് നിലയിട്ട് ഇങ്ങനെ പോകണമെന്നുള്ളതല്ലേ. ഇത് വല്ലപ്പുഴ ഏത് ഭാഗത്ത് കറക്റ്റ് വരുന്നത് നമ്മളെ സ്ഥലം? വല്ലപ്പുഴ കുറുവട്ടൂർ അമ്പലക്കുന്ന് എന്ന് പറയും. അമ്പലക്കുന്ന് അല്ലേ. അതിപ്പോൾ മറ്റേ വിഷുവായിട്ട് മെയിനായിട്ട് ഉള്ളത് നമ്മുടെ വെള്ളരിക്കയുള്ളത്, കണിവെള്ളരിക്കല്ലേ. അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 3-4 ടൺ സാധനം സ്റ്റോക്ക് ഉണ്ടല്ലോ. ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പോൾ ആവശ്യം നിങ്ങൾ ബന്ധപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മറ്റേ വിഷുവിന് നല്ല അടിപൊളി കണി വെള്ളരിക്കയുണ്ട്, അതുപോലെ നല്ല കൂട്ടാൻ പറ്റിയ മത്തുണ്ട്, കുമ്പളങ്ങുണ്ട്, പിന്നെ പയറുപ്പേരക്ക, പച്ചക്കറി ഏത് വേണം, ജൈവ പച്ചക്കറിയാണ്. വിഷത്തിന്റെ അംശമുണ്ട് നാച്ചുറൽ അവിടുത്തെ അല്ല അനുഭവം. അതെ, വിഷുവിനെ കണി വെക്കാൻ പറ്റിയ നല്ല അടിപൊളി വെള്ളരിക്ക വറക്കാൻ പറ്റിയ ടൈപ്പാണിത്. ഇതിൽ